അങ്ങനെ നമ്മുടെ നിധിക്ക് നികേഷിനെ ആണെങ്കിൽ കാണുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. കാരണം അവൻ കരയണമില്ല, ഒന്നും മിണ്ടണമില്ല, ഒന്നും കഴിക്കണമില്ല. എന്തായാലും ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ നമ്മുടെ സുധീഷിനോട് പറയുന്നുണ്ട്, എടാ അന്ന് വന്നില്ലേ ഇവിടെ ഒരു പെണ്ണ്, എന്താ ചാന്ദിനിയോ എന്തോ ഒരു പേരുണ്ടായില്ലേ, ആ പെണ്ണ് ഇവിടെ വന്നില്ലേ, ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കാമായിരുന്നു, ആ പെണ്ണിൻ്റെ ഇപ്പോൾ ഒളിച്ചോടിയൊന്നാവും നിൻ്റെ ഏട്ടൻ എന്നൊക്കെ പറയണ്ട. ആ സമയത്ത് നമ്മുടെ സുധീഷിന് ദേഷ്യം വരില്ല, എൻ്റെ ഏട്ടൻ അങ്ങനെ ആരുടെ ഇപ്പോൾ ഒളിച്ചോടില്ല, അങ്ങനെ അവളെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അതെ ഞങ്ങളോട് പറയുമെന്ന് പറയണ്ടേ, എന്തായാലും നീ അവളെ വീട്ടിൽ നിന്ന് പോയി നോക്കുമെന്ന് പറയണ്ടേ. എന്തായാലും ആ സമയത്ത് നമ്മുടെ സുധീഷ് കുറേ നമ്മൾ ഭാസ്കരനെ തെറി വിളിച്ചെങ്കിലും പിന്നെ നമ്മുടെ സുധീഷ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, രാവിലെ ഞാൻ അവിനാഷ് ഭയ്യനെ കാണുന്ന സമയത്ത് അയാളോട് ഞാൻ ഏട്ടനെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഒരു മാറ്റവും ഇല്ല, ഒരു ഭാവത്തിലൊരു മാറ്റമോ വ്യത്യാസമോ ഒരു വിഷമോ ഒന്നും ഉണ്ടായില്ല. എന്തായാലും എനിക്ക് നല്ല സംശയമുണ്ട് അവിനാഷ് ഭയ്യയുടെ വീട്ടിൽ തന്നെ ഉണ്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് വേഗം നമ്മുടെ സുധീഷ് നിധിയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ബൈക്ക് എടുത്ത് പോകുന്നുണ്ട്. ബൈക്ക് എടുത്ത് പോയിട്ട് നേരെ എല്ലാവരോടും അവിനാഷിൻ്റെ വീട് അറിയില്ല, എന്തായാലും എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സുധീഷ് അവിടേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് വാതിൽ തട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭയ്യ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ തുറക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്നുണ്ട് സുഭാഷ് ഏട്ടൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സുധീഷ്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ ഉള്ളിൽ നിന്ന് നമ്മുടെ ചാന്ദിനിയോട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, എൻ്റെ അനിയന്മാരെല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമായിരിക്കുമല്ലോ, അവരുടെ വിഷമമൊക്കെ മാറിയിട്ടുണ്ടാവില്ലേ, ഒരു 2-3 ദിവസം തിരഞ്ഞാൽ പിന്നെ അവരെന്നെ മറന്നോളൂല്ലേ എന്നൊക്കെ അങ്ങനെ പറയുന്നത് കേൾക്കും. ആ സമയത്ത് നമ്മുടെ സുധീഷ് പുറത്ത് നിന്നിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നതൊക്കെ കേട്ടിട്ട്, എങ്ങനെ മറക്കാനായിട്ടാ, നിങ്ങൾ എന്താ പൊട്ടനാണ്, നിങ്ങളങ്ങോട്ട് പോന്നാൽ ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ട് മറക്കും വിചാരിച്ചോ, എന്താ ഞങ്ങളെ പറ്റി ആലോചിക്കാത്തെന്ന് പറഞ്ഞ് പൊട്ടി കരയണ്ട നമ്മുടെ സുധീഷ് കരയണ കാണുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടന് ഒട്ടും സഹിക്കാൻ പറ്റില്ല. നീ കരയണ്ടടാ കരയണ്ട എന്ന് പറയേണ്ട. ആ സമയത്ത് സുധീഷ് പറയുന്നത്, ഞാൻ മാത്രമാണ് കരയണേ, നിങ്ങളൊന്ന് വന്ന് നോക്കി നികേഷിൻ്റെ അവസ്ഥ എന്താണെന്ന്, അവിടെ നിധി വല്ലാതെ വിഷമിച്ച് കരയുണ്ട്, ഹരീഷാണെങ്കിൽ ഇനിയും തെരഞ്ഞുകൊണ്ട് നടക്കുക, എന്താ ഏട്ടാ നിങ്ങളിങ്ങനെയൊക്കെ കാണിച്ച്, നിങ്ങളങ്ങോട്ട് പോന്നാൽ ഞങ്ങളങ്ങോട്ട് സുഖമായിട്ട് ജീവിച്ചിരിക്കും നിങ്ങൾ വിചാരിച്ചോ, ഏതെങ്കിലും ഒരു പൊട്ട ജ്യോത്സ്യം പറഞ്ഞു വെച്ചിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യമുണ്ട്. എന്തായാലും നിങ്ങൾ ഇപ്പം എൻ്റെ ഒപ്പം വരും എന്ന് പറഞ്ഞിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഭാസ്കരൻ സുഭാഷ് ഏട്ടനെ കണ്ടുകൊണ്ട് വന്നിട്ട് അടുത്ത് വന്നിട്ട് ഒറ്റ അടി കൊടുക്കുന്നുണ്ട്. എവിടെടാ നീ പോയി, എന്താ നീ അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ, നിനക്ക് എന്താ നിൻ്റെ മനസ്സിൽ വിചാരം, എന്നെ ഈ നാട് മുഴുവനും ആൾക്കാരും പറയുന്നത് ഞാൻ എൻ്റെ ഭാര്യക്കന്മാരെ രണ്ടാളെയും കൊന്നു, പക്ഷേ ഞാൻ ആരെയും വില കൽപ്പിക്കുന്നില്ലല്ലോ, എൻ്റെ മനസാക്ഷിക്ക് അറിയാം ഞാൻ അവരെ രണ്ടാളെയും കൊന്നിട്ടില്ല എന്ന്, അത് മാത്രമേ നമുക്ക് വലുതുള്ളൂ, നമ്മളുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, അല്ല നാട്ടുകാർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നീ എന്താ ഇങ്ങനെ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഉള്ളിൽ പോകേണ്ട. എന്തായാലും എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടനെ കാര്യമുണ്ട്, എന്തിനാ ഏട്ടാ ഞങ്ങളെ വീട്ടിൽ പോയി, നിങ്ങൾ പോയി ഞങ്ങൾ ഒരിക്കലും സന്തോഷത്തോടു കൂടി ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടനെ നിധി എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്തുകൊണ്ട് രാവിലെ തൊട്ട് വെള്ളം കുടിക്കാത്തതുകൊണ്ട് വല്ലാത്ത ദാഹം, എല്ലാവരും വല്ലാത്ത വെള്ളം കുടിക്കണം, അപ്പോൾ നിങ്ങൾ രാവിലെ തൊട്ട് ഒന്നും കുടിച്ചിട്ടില്ലേ ചോദിക്കുമ്പോൾ ഇല്ല. എന്തായാലും നമ്മളെ ഹരീഷ് ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് വരാൻ പോകുന്നുണ്ട്, എല്ലാവരും സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.